ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിൾ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ പറമ്പിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ കറി, മുരിങ്ങൻ്റെ ഇലയും ചക്കക്കുരു വെച്ചിട്ടുള്ള കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ചിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഒരു ലൈക്കും ഒരു കമൻറ്റും തരാനും മറക്കരുത്. അപ്പോൾ പുതുതായിട്ട് വരുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കും. ഇന്ന് പഴയ ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളെ ചക്കക്കുരും മുരിങ്ങേൻ്റെ ഇലയും കൂടിയാണ് കറി വെക്കണത് കേട്ടോ. ഞാൻ എൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ എങ്ങനെ കറി ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ചക്കക്കുരുവിൻ്റെ ഈ തോലൊന്നും ഞാൻ ചിരണ്ടെടുക്കലില്ല കേട്ടോ. കുറേ വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ളത് സാധനമല്ലേ. നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ കുക്കർക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ചട്ടിയിലിട്ടിട്ട് വേവിക്കട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറേ വെള്ളമൊന്നും വേണ്ട കേട്ടോ. ഈ ചക്കക്കുരു ഒന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഞാൻ 2 വിസിലാണ് കേട്ടോ വരുത്തിക്കണത്. ചക്കക്കുരൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഉടച്ചു കൊടുക്കണം. നല്ലോണം പേസ്റ്റ് പോലെ ഉടക്കും ചെയ്യരുത്. നമുക്കിങ്ങനെ ഇടക്ക് കടിക്കാൻ കിട്ടണം. ആ ഒരു പരുവത്തിൽ ഉടച്ചു കൊടുക്കണം കേട്ടോ. ഇതൊന്ന് ഈ ഒരു പരുവത്തിൽ ഞാൻ ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ല മൺചട്ടിയിൽ കറി ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. ഇനി ഇത് പ്രത്യേകിച്ചൊന്ന് തൂമിച്ചിട്ട് എടുക്കൊന്നുമില്ല കേട്ടോ, താളിക്കൊന്നുമില്ല. ചട്ടി നല്ല ചൂടായിക്കണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കട്ടെ. ചില ആൾക്കാരൊന്നും ഇതിലേക്ക് ചുവന്നുള്ളി ഇടലില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലിലാണ് കറി വെക്കുന്നത് എന്നുള്ളത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക്. അപ്പോൾ ഞാൻ ഒരു പിടിയോളം ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഗ്യാസിൻ്റെ ചക്കക്കുരു അല്ലേ, ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുത്താൽ മാറിക്കോളും. ചിലവർക്ക് നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവും ചക്കക്കുരു കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അങ്ങനെയുള്ളവർക്ക് ഇതിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കും. ഇതിലേക്ക് ഞാൻ ഒരു 3 ചുവന്ന മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ടോ കട്ട് ചെയ്യാതെ എങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ പിച്ചി പറിച്ചിട്ട് കിട്ടണില്ല, ഞാൻ കത്തി തന്നെ എടുക്കട്ടെ കേട്ടോ. ഞെട്ടിയൊന്നും പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിലോ, ഇത് എന്തായാലും ഞാൻ കഴുകിയിട്ട് ഉണക്കിയിട്ട് ഡബ്ബയിൽ ഇട്ട് വെച്ചിട്ടുള്ള മുളക് തന്നെയാണ് കേട്ടോ. നമ്മളെപ്പോഴും മുളകും മല്ലിയും ഒക്കെ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം മാത്രം എടുത്തേക്കുക. എങ്ങനെയൊക്കെ ഓരോരോ വീഡിയോ കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാവും. എലിയൊക്കെ കാണാൻ നീച്ച് പോകണം അതിൻ്റെ ഉള്ളിൽ നിന്ന്. എലിയും നായകളും പട്ടികളും ഒക്കെ ഞാൻ കണ്ടിട്ട് തന്നെ പേടിയായിട്ട്. എന്നാളുണ്ട് കുറേ ഇങ്ങനെ മുളക് ഉണക്കണ സ്ഥലത്ത് മുളകിലാണ് കെടുക്കണത് കുറേ നായ്കൾ. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളകും കൂടി എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളക് തന്നെയാണ് കേട്ടോ. ഇനി ഇതിൽ ഞാൻ നമ്മളെ മുരിങ്ങേൻ്റെ ഇല ആദ്യം ഒന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കറിക്ക് കിട്ടൽ. ഇത് ഞാൻ കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുള്ള മുരിങ്ങേൻ്റെ ഇല. നമ്മൾ മുരിങ്ങേൻ്റെ ഇല ഊരുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഊരണം. പുഴുക്കളൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് വേണം ഊരി എടുക്കാൻ. ഇലൻ്റെ അടിയിൽ ഒരു വെള്ള സൈസ് പുഴുവൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചതിൻ്റെ ശേഷം ഊരി. ഇത് നല്ലോണം ഇതിലൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് അരച്ചത് ഇട്ട് കൊടുക്കണമല്ലോ. ഇത് ഞാൻ ഒരു തേങ്ങൻ്റെ പകുതി ഇട്ടാ, ഒരു മുറി തേങ്ങ.
പിന്നെ കുറച്ച് നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ചിലവർക്ക് നല്ല ജീരകത്തിൻ്റെ ആ കുത്തൽ നല്ല ഇഷ്ടാവില്ല. ഇത്രയും ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കും. മുരിങ്ങേൻ്റെ ഇലയൊക്കെ നല്ലോണം വാടി കിട്ടിയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് കുക്കറിൽ വേവിച്ചിട്ട് വെച്ചിട്ടുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിലൊന്ന് കിടന്നിട്ട് ഈ മുരിങ്ങേൻ്റെ ഇലയും ചക്കക്കുരും ഒക്കെ കൂടി നല്ലോണം ഒന്ന് സെറ്റായി വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് ഉണ്ടാകുന്നൊക്കെ നോക്കട്ടെ. ചക്കക്കുരുവിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, മുരിങ്ങേൻ്റെ ഇല ഒന്ന് വയറ്റണയിൽ ഉപ്പിട്ടിട്ടില്ല. അത് ലാസ്റ്റ് നോക്കിയതിൻ്റെ ശേഷം ഉപ്പൊക്കെ പാകമാണോ നോക്കുക. ഇതൊരു 2 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല ചക്കക്കുരു മുരിങ്ങാക്കായി എന്ന് പറഞ്ഞ് ചക്കക്കുരു മുരിങ്ങേൻ്റെ ഇലയും കൂടി നല്ലോണം സെറ്റ് ആയിക്കണം കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തേങ്ങ അരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ കഴിച്ചോക്കാം, നല്ല അടിപൊളിയാണ്. ഇനി നമുക്ക് തേങ്ങ അരച്ചതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇവിടെ വെളിച്ചത്തിൻ്റെ നല്ല പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ക്ഷമിക്കുക. നമ്മളെ സ്വന്തം വീടൊന്നും അല്ലല്ലോ, ഉള്ളത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഇത്തിരിയും കൂടി വെള്ളം നമുക്ക് ഇത്രയും മതി കേട്ടോ. ഇനി ഇത് കറി തിളക്കരുത് കേട്ടോ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കും. ഇപ്പോൾ പാകമായിക്കണം. ഇനി ഇതൊന്ന് ബബിൾസ് വന്നാൽ മതി കേട്ടോ. ഈ 4 ഭാഗത്തുനിന്ന് തിളച്ച് പോകരുത്. തിളച്ചാൽ എന്താ വെച്ചാൽ ഇത് പിരിഞ്ഞു പോവും. അപ്പോൾ വെള്ളം ഇങ്ങനെ അടിയിൽ നിൽക്കും, ഈ തേങ്ങ അരച്ചത് മേലെ നിൽക്കും. അപ്പോൾ കറി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഈ ബബിൾസ് ഇങ്ങനെ വരുന്നില്ല. ഈ ടൈമിൽ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത്രയും മതി കേട്ടോ. നമ്മളെ കറീൻ്റെ റെസിപ്പി ഇത്രയും. ഇനി ഇത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് തുറക്കും. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ എൻ്റെ മുരിങ്ങേൻ്റെ ഇലക്കറി. ഒരാൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പോയി. അപ്പോൾ ഇതെൻ്റെ കറി കൂട്ടി നല്ല ഉഷാറായിട്ട് ചോറുണ്ണാൻ പോവാട്ടോ. പിന്നുള്ളത് ചെമ്മീൻ റോസ്റ്റ് ആക്കിയതുണ്ട്. പാത്രം തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ചോറ് ഒരുപാടൊന്നും ഞാൻ കഴിക്കൂല കേട്ടോ. കുറച്ച് ചോറും ഷുഗർ ഉണ്ടല്ലോ, പിന്നെ ഒരുപാട് ചോറ് ഞാൻ കഴിക്കാറില്ല. വലിയ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് തോനെ ചോറുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഉള്ളത് ഇതാ വഴുതനങ്ങ ഉപ്പേരിയാണ് കേട്ടോ. മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയും. എനിക്ക് നല്ല ഇഷ്ടമുള്ള സാധനം കേട്ടോ വഴുതനങ്ങ. എന്ത് കാട്ടിയാലും ഞാൻ കഴിക്കും. എങ്ങനെ ആയിട്ടോ പൊരിച്ചിട്ടോ ഒക്കെ കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് വഴുതനങ്ങ. കുറച്ച് ചോറും തോനെ പച്ചക്കറികളും. അച്ചാർ പിന്നെ എനിക്ക് പൊതുവേ വലിയ ഇഷ്ടമല്ല. പിന്നെ എനിക്ക് നല്ല പറ്റിയ അച്ചാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളെ ഊണ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വെള്ളം കുപ്പിയാണ് കേട്ടോ. എനിക്ക് ഈ കുപ്പിയിൽ തന്നെ എനിക്ക് വെള്ളം കിട്ടണോ, അങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടോ. അപ്പോൾ
പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും.